വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര മെട്രോ ഡീപ് സീ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഔപചാരികമായി ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യ മെട്രോ ഡീപ് സീ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നതോടെ രാജ്യത്തിന്റെ സമുദ്രവ്യാപാരത്തിൽ ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കപ്പെടുന്നു. വർഷങ്ങളായി പ്രതീക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് വിഴിഞ്ഞം. അതിന്റെ പ്രധാനപ്പെട്ടതായ ശൈലിയും ആഗോള ചരക്കുകപ്പലുകൾക്ക് നേരിട്ട് എത്തിച്ചേരാവുന്ന സാധ്യതയും ഈ തുറമുഖത്തെ വളരെ പ്രത്യേകതയുള്ളതാക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും ചേർന്ന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഭൂമിയെടുപ്പ്, റോഡ്, റെയിൽ കണക്ഷനുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏകദേശം 4,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുൻ മന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പദ്ധതിയെ പിന്തുണച്ചതാണ് വികസനത്തിന് സഹായകമായത്. കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതി പ്രകാരം ഇത്തരം തുറമുഖങ്ങൾക്കായി ധനസഹായം നൽകുന്നതിന്റെ ഭാഗമായാണ് വിഴിഞ്ഞത്തിന് ഉൾപ്പെടുന്ന 800 കോടി രൂപ അനുവദിച്ചത്. കൂടാതെ കസ്റ്റംസ് സംവിധാനം, തുറമുഖ ലൈസൻസുകൾ, നാവിഗേഷൻ സൗകര്യങ്ങൾ എന്നിവയ്ക്കും കേന്ദ്രം പിന്തുണ നൽകുകയും ചെയ്തു. പദ്ധതിയുടെ നിർമ്മാണവും പരിപാലനവും ഏറ്റെടുത്തത് സ്വകാര്യ മേഖലയിലുള്ള അഡാനി ഗ്രൂപ്പാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ 40 വർഷത്തേക്ക് മാനേജ്മെന്റ് അവർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റി എഴുതുന്ന ഒരു പുതിയ അധ്യായമായിരിക്കും. ലക്ഷക്കണക്കിന് ചെറുകിട തൊഴിൽ അവസരങ്ങൾ മുതൽ ആഗോള ചരക്കുപരിവാഹ രംഗത്തെ പങ്കാളിത്തം വരെ വലിയ പ്രതീക്ഷകളുമായി ആണ് ഈ തുറമുഖം കേരളം തുറക്കുന്നത്. ഇത് വെറും ഒരു തുറമുഖം മാത്രമല്ല, കേരളത്തിന്റെ സമുദ്രവ്യാപാര സ്വപ്നങ്ങൾക്കുള്ള കഥാണ് വിഴിഞ്ഞം.